ഹിമാലയത്തിൽ നേപ്പാളിൻ്റെ വടക്കുഭാഗത്ത് ടിബറ്റൻ അതിർത്തിക്ക് അടുത്തായിട്ടാണ് മുക്തിനാഥ് ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. നേപ്പാളിലെ മുസ്താങ് ജില്ലയിൽ ധവളഗിരി അന്നപൂർണ പർവ്വതങ്ങളുടെ ഇടയിലായുള്ള ഗണ്ഡകി മേഖലയിൽ തൊറോങ്ല പാസിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റാണി പൗവ എന്നാണ് ക്ഷേത്രം ഇരിക്കുന്ന ഗ്രാമത്തിൻ്റെ പേര്. ബുദ്ധമതക്കാരും ഹൈന്ദവരും ടിബറ്റിലെ ബോൺ വിശ്വാസികളും ഒരേപോലെ പവിത്രമായി കരുതുന്ന സ്ഥലമാണ് മുക്തിനാഥ്. ഈ ക്ഷേത്രത്തിലെ ഒരേ വിഗ്രഹത്തിലാണ് ഹൈന്ദവരും ബൗദ്ധരും അർച്ചനയും മറ്റു പൂജകളും നടത്തുന്നത്. ബോൺ വിശ്വാസമനുസരിച്ച് ആകാശചാരികളായ 24 ഡാകിനിമാരുടെ അധിനിവേശ സ്ഥലമാണിവിടം. ജലന്ധരൻ എന്ന അസുരൻ്റെ പത്നിയായിരുന്ന വൃന്ദയുടെ ശാപത്താൽ ശിലയായി മാറിയ വിഷ്ണുവാണ് മുക്തിനാഥിലെ പ്രതിഷ്ഠ. വൃന്ദയാണ് പിന്നീട് തുളസിച്ചെടിയായി പുനർജനിച്ചത്. ദക്ഷയാഗത്തിൽ നേരിട്ട അപമാനത്താൽ സതി അനുഷ്ഠിച്ച പാർവതീദേവിയുടെ ശരീരം നിപതിച്ച ഭാരതത്തിലെ 64 ശക്തിപീഠങ്ങളിൽ മുഖം പതിച്ചു എന്ന് കരുതുന്ന മുക്തിനാഥിന് പ്രഥമ സ്ഥാനമാണുള്ളത്. മുക്തിനാഥ ക്ഷേത്ര പരിസരത്ത് തന്നെയുള്ള ജ്വാലാമയി ക്ഷേത്രം ഈ സങ്കല്പത്തിലുള്ളതാണ്. ജ്വാലാമയി ക്ഷേത്രത്തിലെ കെടാത്ത ജ്വാല ഒരു അഗ്നിപർവ്വത മുഖമാണ്. ധോലാമെബാർ ഗൊമ്പ എന്ന ചെറിയ ബുദ്ധക്ഷേത്രത്തിനുള്ളിലാണ് ജ്വാലാമയി മുഖം. ഇന്ത്യയിൽ അല്ലാത്തതിനാലായിരിക്കണം അധികം മലയാളികൾ ചെന്നെത്താത്ത ഇടമാണ് മുക്തിനാഥം. 2018 മെയ് മാസത്തിൽ നരേന്ദ്രമോദി മുക്തിനാഥ് ക്ഷേത്രത്തിൽ ദർശനവും ശ്രീകോവിലിനുള്ളിൽ പൂജയും ചെയ്തിരുന്നു. ടിബറ്റൻ ഭാഷയിൽ ചുമിങ്ഗ്യാസ എന്നാണ് മുക്തിനാഥ് അറിയപ്പെടുന്നത്. 108 തീർത്ഥങ്ങൾ എന്നാണ് ഇതിനർത്ഥം. ക്ഷേത്രത്തിന് 3 വശങ്ങളിലായി നിപതിക്കുന്ന 108 തീർത്ഥങ്ങളാണ് ഈ പേരിനാധാരം. ഗണ്ഡകി നദിയുടെ ഝോങ്ഖോല അല്ലെങ്കിൽ കാഖോല, അതുമല്ലെങ്കിൽ കൃഷ്ണ എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന കൈവഴിയിൽ നിന്നുമാണ് ഈ തീർത്ഥങ്ങൾ. ഈ തീർത്ഥങ്ങൾ ക്ഷേത്ര പരിസരത്ത് വച്ച് തന്നെ ഒരു അരുവിയായി രൂപപ്പെട്ട് ഗണ്ഡകിയുടെ കൈവഴിയിൽ ചെന്നുചേരുന്നു. തീർത്ഥാടകർ ഈ തീർത്ഥങ്ങളിലും ക്ഷേത്രമുറ്റത്തെ ചക്രതീർത്ഥം, പത്മതീർത്ഥം എന്ന 2 കുളങ്ങളിലും സ്നാനം ചെയ്യുന്നത് അതീവ പുണ്യമായി കണക്കാക്കപ്പെടുന്നു. നേപ്പാളിലെ പൊഖാറ അല്ലെങ്കിൽ പോഖ്ര എന്ന് അറിയപ്പെടുന്ന സ്ഥലത്തു നിന്നും 190 കിലോമീറ്ററും നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്നും 370 കിലോമീറ്റർ ദൂരത്താണ് മുക്തിനാഥിൻ്റെ സ്ഥാനം. ക്ഷേത്രത്തിൽ നിന്നും 25 കിലോമീറ്റർ ദൂരത്തുള്ള ജോംസം എന്ന ഗ്രാമം വരെ വിമാനത്തിൽ യാത്ര ചെയ്യാം. 15-20 ആൾക്കാർക്ക് യാത്ര ചെയ്യാവുന്ന ചെറിയ വിമാനങ്ങൾ മാത്രമേ ജോംസമ്മിലേക്ക് സർവീസ് നടത്തുന്നുള്ളൂ. ജോംസം എയർപോർട്ട് എന്നത് ഒരു ചെറിയ എയർ സ്ട്രിപ്പ് ആണ്. 2 മലകൾക്കിടയിൽ കാളിഗണ്ഡകി നദിക്കരയിലാണ് ജോംസോം സ്ഥിതി ചെയ്യുന്നത്. വെയിൽ മൂക്കുമ്പോൾ കാറ്റ് അധികമാവുന്നതിനാൽ രാവിലെ 11 മണിക്ക് ശേഷം ഇവിടേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയില്ല. കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ പൊഖാറയിൽ നിന്നും എല്ലാ 20 മിനിറ്റിലും ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റുകളുണ്ട്. പക്ഷേ കാറ്റ് അധികമായാൽ പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നുമില്ലാതെ തന്നെ ഏത് സമയത്തും ഇവ ക്യാൻസലാകും. ജോംസമിൽ നിന്നും റാണി പൗവ എന്ന ഗ്രാമം വരെ 25 കിലോമീറ്റർ റോഡ് യാത്ര ചെയ്താലേ മുക്തിനാഥിലെത്താനാവൂ. കുറച്ചു ദൂരം റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. 3/4 ഭാഗവും ഗണ്ഡകി നദിയുടെ കരയിലൂടെയാണ് റോഡ്. റാണി പൗവയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരം നടന്നു കയറാനുണ്ട്. ആയാസരഹിതമായി കയറിപ്പോകാം. പടികളുണ്ട്. കുതിരയും ഡോളിയും ഒക്കെ ലഭ്യമാണ്. മുസ്താങ് ജില്ലയിലെ നുബൈൻ ഹിമപാളി അഥവാ ഗ്ലേഷ്യറിൽ നിന്നും ഉത്ഭവിക്കുന്ന കാളിഗണ്ഡകിയുടെ തീരത്തുകൂടിയാണ് പോഖറയിൽ നിന്നും മുക്തിനാഥിലേക്കുള്ള വഴി. ഗണ്ഡകി നദിക്ക് ഗന്ധകി, നാരായണി എന്നും പേരുകളുണ്ട്. നദിയുടെ വഴിയിൽ ഇടയിലായി ചില ഹോട്ട് സ്പ്രിങ് അഥവാ ചൂട് നീരുറവകളുണ്ട്. ഗന്ധകത്തിൻ്റെ സാമീപ്യമുള്ളതിനാലാവണം ഗന്ധകി എന്ന പേര് ലഭിച്ചത്. കറുപ്പ് നിറം കാരണം കാലി ഗണ്ഡകി അഥവാ കറുത്ത ഗണ്ഡകി എന്നും ഈ നദി അറിയപ്പെടുന്നു. ഗണ്ഡകി നദിയിൽ നിന്നുമാണ് വിശിഷ്ടങ്ങളായ സാളഗ്രാമങ്ങൾ ശേഖരിക്കുന്നത്.
കേരളത്തിൽ നിന്നും മുക്തിനാഥിലേക്കുള്ള യാത്രാ ചെലവ് ഒന്ന് പരിശോധിക്കാം. ട്രെയിനിൽ റെക്സൗൾ എന്ന സ്ഥലം വരെ എത്തി അവിടെ നിന്നും കാഠ്മണ്ഡുവിലേക്കും അവിടെ നിന്നും പൊഖ്ര വഴി മുക്തിനാഥിനും ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ട്രെയിൻ യാത്രയ്ക്ക് 1500 ഇന്ത്യൻ രൂപയും ബസ് യാത്രയ്ക്ക് 1400 നേപ്പാളി രൂപ അഥവാ 1000 ഇന്ത്യൻ രൂപയും ഉൾപ്പെടെ 3500 രൂപയിൽ താഴെ വൺ സൈഡ് ആകൂ. 2-3 ദിവസത്തെ താമസക്കൂലി ഉൾപ്പെടെ ആയാലും വൺ സൈഡ് 10,000 രൂപയ്ക്ക് അടുത്തേ ആകൂ. പക്ഷേ പോയി വരുമ്പോഴേക്കും യാത്ര കുറഞ്ഞത് ഒരാഴ്ചയിലേറെ നീളും. മാത്രമല്ല പൊഖ്ര മുതൽ ജോംസോം വരെയുള്ള റോഡ് യാത്ര അതീവ ദുഷ്കരമാണ്. മിക്കയിടത്തും റോഡ് തന്നെയില്ല. കാഠ്മണ്ഡുവിൽ നിന്നും പൊഖ്ര വഴി എല്ലാ ദിവസവും രാവിലെ മുക്തിനാഥിലേക്ക് ബസ് സർവീസ് ഉണ്ട്. പൊഖ്രയിൽ നിന്നും ബസ് സർവീസ് ഉണ്ട്. എന്നാൽ കേരളത്തിൽ നിന്നും കാഠ്മണ്ഡുവിലേക്കും തുടർന്ന് പൊഖ്രയിലേക്കും അവിടെ നിന്ന് ജോംസം വരെയും ഫ്ലൈറ്റിന് വന്നാൽ കേവലം ഒരു ദിവസത്തെ യാത്രയേ ആകുന്നുള്ളൂ. 3-4 ദിവസം കൊണ്ട് സുഖമായി പോയി വരാം. പക്ഷേ യാത്രാ ചെലവ് ഏകദേശം കൊച്ചി കാഠ്മണ്ഡു ഇന്ത്യൻ രൂപ 13,000 ഏകദേശം, കാഠ്മണ്ഡു പൊഖ്ര 3,000, പൊഖ്ര ജോംസം 6,500, അങ്ങനെ 22,500 രൂപ വൺ സൈഡ് ആകും. റൂം എടുക്കുന്നതും കൂടെ കൂട്ടിയാൽ പോയി വരുമ്പോഴേക്കും ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും. എന്നിരുന്നാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കാണേണ്ട സ്ഥലം തന്നെയാണ് മുക്തിനാഥ്. എല്ലാവരും മുക്തിനാഥ് സന്ദർശിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും ശുഭയാത്ര നേരുന്നു.